ഇവിടെ ഈ പയ്യനാണെങ്കിൽ അവന്റെ അമ്മയെയും അച്ഛനെയും ചേച്ചിയും അങ്ങനെ അവന്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൊണ്ടുപോയി കാടിന്റെ നടുവിലുള്ള ഒരു കുഴിയിലെ കൊണ്ടുവന്ന് ഇടുന്നു. എന്നിട്ട് അവർക്ക് കഴിക്കുന്നതിന് വേണ്ടി കുറച്ച് ഫുഡ് മാത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതുമാത്രമല്ലാതെ അവന് വിശക്കുമ്പോൾ അവന്റെ അച്ഛന്റെ കാർഡ് എടുത്തിട്ട് പോയി അവരുടെ കാർഡ് ഉപയോഗിച്ച് ATM കാർഡിൽ നിന്ന് പൈസയും എടുത്ത് അവൻ ഒരുപാട് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിരുന്ന് കഴിക്കുന്നു. കാരണം അവന്റെ അമ്മയാണെങ്കിൽ അവന് ഇതൊന്നും വാങ്ങി കഴിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. പിന്നെയാണെങ്കിൽ അവന് ബോറടിക്കുമ്പോൾ അവന്റെ ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് കറങ്ങാൻ വരെ പോകുന്നു. അതേസമയം കാടിന്റെ ഉള്ളിലെ ഹോളിൽ കിടക്കുന്ന അവന്റെ ഫാമിലി അവിടെ നിന്നും രക്ഷപ്പെടാൻ പല വഴികളും നോക്കുന്നുണ്ടെങ്കിലും ആ ഹോള് വളരെ വലുതായതുകൊണ്ട് ഒന്നും ചെയ്യാനേ പറ്റുന്നില്ല. ഇപ്പോൾ അവനാണെങ്കിൽ ഫ്രണ്ടിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ATM-ൽ പോയി കുറെ പൈസയും എടുത്തിട്ട് അവന്റെ ഫ്രണ്ടിന് ആ പണം കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളാൻ പറയുന്നു. കാരണം ഇവൻ അവന്റെ അമ്മയും അച്ഛനും അവനെ ചെറിയ കുട്ടിയായി കാണുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവന് വലിയവരെ പോലെ ജീവിക്കാനാണ് ആഗ്രഹം. ഒരു ദിവസമാണെങ്കിൽ അവൻ പുറത്തു പോയി വരുമ്പോൾ അവന്റെ വീടിന്റെ മുന്നിലായി ഒരു കാർ വന്ന് കിടക്കുന്നു. നോക്കിയാൽ അത് അവന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അവളും നിന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും കൂടെ എന്നെ തനിച്ചാക്കി അമ്മയുടെ വീട്ടിൽ പോയെന്ന് അവൻ കള്ളം പറയുന്നു. പക്ഷേ ഇവന്റെ പെരുമാറ്റം ശരിയല്ലാത്തത് കൊണ്ട് ആ ലേഡിയും അടുത്ത ദിവസം ഒരു പോലീസിനെയും കൂട്ടി വീട്ടിൽ വന്നാൽ പയ്യനും വീടെല്ലാം പൂട്ടി വീടിന്റെ വെളിയിലെ വരാതെ അങ്ങനെ ഇരിക്കുന്നു. വീട്ടിലും ആരെയും കാണാത്തത് കൊണ്ട് അവരും തിരിച്ചു പോകുന്നു. ദിവസങ്ങൾ കഴിയും തോറും ആ കുഴിയിൽ കിടക്കുന്ന അവന്റെ ഫാമിലി ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഇവനും തനിയെ ഇരുന്ന് പറ്റാതെയാവുകയാണ്. അവസാനം നോക്കിയാൽ ഒരു വലിയ ലാഡർ എടുത്തിട്ട് ആ കുഴിയിലെ വെക്കുന്നു. ഇപ്പോൾ ആ പയ്യന്റെ ഫാമിലിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. ഈ പയ്യൻ ചെയ്തത് വളരെ മോശമാണെന്ന് ചിന്തിക്കുന്നവർ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.